പഹൽഗാം ആക്രമണത്തിന് തീവ്രവാദികൾക്ക് കൂട്ടുനിന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെ സഹായങ്ങളാണ് ഇവർ ചെയ്തു കൊടുത്തത്? എങ്ങനെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏതാണ്ട് 4 മണിക്കൂർ മുമ്പാണ് ഈ 2 പേർ അറസ്റ്റിലായത്. ഇവരെ NIA പിടികൂടുകയായിരുന്നു. ഈ 2 പേരും കാശ്മീരിലെ പഹൽഗാം സ്വദേശികളാണ്. അവരുടെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഇവരാണ് ഈ പാക് ഭീകരർക്ക് നുഴഞ്ഞു കയറി കാശ്മീരിലെത്തിയ പാക് ഭീകരർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത്, അവരെ ഇവിടെ താമസിപ്പിച്ചത്, അവർക്ക് ഭക്ഷണം കൊടുത്തത്, അവരുടെ കൈവശം ആയുധങ്ങൾ എത്തിച്ചത് തുടങ്ങി എല്ലാ സഹായവും ചെയ്തു കൊടുത്ത 2 പേരെയാണ് ഇപ്പോൾ NIA പൊക്കിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ പഹൽഗാമിലെ ബൈസരൺ വാലി കുന്നുകളെന്ന് പറയുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. അത് ഈ ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ എന്താ പറയുക, മൂടൽമഞ്ഞ് ഇങ്ങനെ മേഘങ്ങളിങ്ങനെ ഭൂമിയിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ഒരു ഉയർന്ന കുന്നുകളാണ്. നല്ല പച്ചപ്പും നല്ല മനോഹരമായ പ്രദേശമാണ്. പൈൻ മരക്കാടുകളാണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് വിനോദസഞ്ചാരത്തിനെത്തിയ നിരപരാധികളായ 25 മനുഷ്യരെയും അവർക്ക് സഹായം ചെയ്ത അവിടെയുള്ള തദ്ദേശീയനായ ഒരു കുതിരക്കാരനെയും ആണ് ഇവർ കൊലപ്പെടുത്തിയത്. മതം ചോദിച്ച്, കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട്, ഉടുതുണി അഴിച്ച് പരിശോധിച്ച്, അവരുടെ അടിവസ്ത്രം വരെ ഊരി പരിശോധിച്ചതിന് ശേഷം പോയിൻറ്റ് ബ്ലാങ്കിൽ വെടിവെക്കുകയായിരുന്നു. ഇത് മരണം ഉറപ്പുവരുത്തി. അങ്ങനെ നിരപരാധികളായ 25 മനുഷ്യരെ കൊന്നു. 25 മനുഷ്യരെ കൊന്നു എന്ന് മാത്രമല്ല, 25 സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു നെറ്റിയിലെ. അവരോട് പറഞ്ഞു, പോയി മോദിയോട് പറ, എന്നെ കൂടെ കൊന്നുകളയൂ എന്ന് ഒരാളിൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ ഒരു വിനോദസഞ്ചാരിയുടെ ഭാര്യ. ഈ ഒരു ആക്രമണം ഉണ്ടായ സമയത്തൊക്കെ നമുക്ക് സംശയങ്ങളുണ്ടായിരുന്നു, ഇവരെങ്ങനെയാണ് വന്നത്? ഞാൻ അതിലേക്ക് വരുന്നു. അങ്ങനെ അവരോട് പറഞ്ഞത്, പോയി മോദിയോട് പറ എന്നാണ് പറഞ്ഞത്. അതായത് അവരെ ഭർത്തൃമതികളായ സ്ത്രീകളെ വിധവകളാക്കി മാറ്റി. വിധവകളായപ്പോൾ അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ക്കേണ്ടി വന്നു. അങ്ങനെ വളരെ കൃത്യമായിട്ട് മതപരമായ വിഭാഗീയത രാജ്യത്ത് സൃഷ്ടിക്കാനും അതിലൂടെ കലാപമുണ്ടാക്കാനും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ വേട്ടയാടാനും വേണ്ടി ആസൂത്രിതമായിട്ട് ചെയ്ത ഒരു കൃത്യമാണ് ഈ ഭീകരാക്രമണം. ആ ഭീകരാക്രമണത്തിന് എല്ലാ ഒത്താശയും ചെയ്ത 2 പേരെയാണ് ഇപ്പോൾ NIA പിടികൂടിയിരിക്കുന്നത്. 2 പേരും കാശ്മീരിലെ പഹൽഗാം സ്വദേശികളാണ്. ഒരാൾ പഹൽഗാം ബാത്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ പർവേസ് അഹമ്മദ് എന്നൊരാളാണ് ഒന്നാമൻ. രണ്ടാമൻ ഇത് പഹൽഗാം ഹിൽ പാർക്കിലുള്ള ബഷീർ അഹമ്മദ്. ഈ 2 പേരാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ 2 പേരും ഈ ആക്രമണത്തിന് വേണ്ടുന്ന മുഴുവൻ സഹായവും പിന്തുണയും നൽകി എന്നാണ് NIA പറയുന്നത്. ഈ നുഴഞ്ഞു കയറി പാകിസ്ഥാനിൽ പരിശീലനം പൂർത്തിയാക്കി നുഴഞ്ഞു കയറിയ ഭീകരർക്ക് ഇവിടെ താമസ സൗകര്യമൊരുക്കി, അവർക്ക് ഭക്ഷണം കൊടുത്തു, അവരുടെ കൈവശം ആയുധങ്ങൾ എത്തിച്ചു, അവരെ കൃത്യമായിട്ട് ഈ സ്പോട്ടിൽ എത്തിച്ചു എന്നൊക്കെയാണ് NIA പറയുന്നത്. നമുക്കറിയാം, ഈ സംഭവം ഉണ്ടായപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് 3 പേർ നുഴഞ്ഞു കയറി, 5 പേർ നുഴഞ്ഞു കയറി, 7 പേർ നുഴഞ്ഞു കയറി എന്നൊക്കെയായിരുന്നു ആദ്യം കണക്കുകൾ പുറത്തു വന്നത്. പക്ഷേ അപ്പോഴൊന്നും NIA ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് അവർ പറഞ്ഞൊന്നുമില്ല. അന്വേഷണം പുരോഗമിക്കുന്നു, വൈകാതെ വിവരങ്ങൾ അറിയിക്കാം എന്നായിരുന്നു അവരുടെ നിലപാട്. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി, 3 പേർ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി, 2 പേർ തദ്ദേശീയരായ, അതായത് കാശ്മീരിൽ തന്നെ ഉള്ള 2 പേർ ചെറുപ്പത്തിലെ വീട് വിട്ടുപോയി. അവർ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ അടക്കം പോയി പരിശീലനം നേടി ഇവരോടൊപ്പം നാട്ടിലേക്ക് വന്നു എന്നാണ് നമ്മൾ പിന്നീട് അറിഞ്ഞത്. അതുപോലെ ഇവർക്ക് സഹായം ചെയ്തു കൊടുത്ത മറ്റു പലരും അവിടെ ഉണ്ട്. അതിൽ തന്നെ ഭീകരന്മാരെ, ഇവരെ അല്ല മറ്റു പല ഭീകരന്മാരെയും അവിടെ താമസിപ്പിക്കാൻ ശ്രമിച്ചവർ. അങ്ങനെ തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 10-25 പേർ പിടിയിലായി. അവരെയൊക്കെ വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടാണ് ഈ NIA മുന്നോട്ട് പോയത്. അതിൽ തന്നെ ഈ നാട് വിട്ടു പോയി പാക് ഒക്കുപൈഡ് POKയിൽ പോയി പരിശീലനം പൂർത്തിയാക്കി ഇവരോടൊപ്പം മടങ്ങി വന്ന 2 ഭീകരന്മാരുടെ വീടുകൾ, അതിപ്പോൾ അവിടെ ആരും താമസമൊന്നുമില്ല, ഒഴിഞ്ഞു കിടക്കുകയാണ്. അവരുടെ ബന്ധുക്കളെല്ലാം ഇവരെ വിട്ടുപോയി. ആ വീടുകൾ ജില്ലാ ഭരണകൂടം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഈ വളരെ ശക്തമായ നടപടികളാണ് ഒമർ അബ്ദുള്ള സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തത്. കാശ്മീർ പോലീസും ഒക്കെ അതിനൊപ്പം നിന്നു.
എന്തായാലും NIAയുടെ അന്വേഷണം വളരെ കാര്യക്ഷമമായി പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ പർവേസ് അഹമ്മദും ബഷീർ അഹമ്മദും പിടിയിലായത്. NIA വളരെ കൃത്യമായിട്ട് തെളിവ് സഹിതമാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അറസ്റ്റല്ല. എന്ന് മാത്രമല്ല, NIA ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. അവർ ഇങ്ങനെ അറസ്റ്റ് ഉണ്ടായി, ഈ 2 പേർക്ക് ബന്ധമുണ്ട്, ഇവരാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തത്, സഹായം ചെയ്തു കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ അവർ പുറത്തുവിട്ടിട്ടുള്ളൂ. എന്തായാലും ഇവർക്കെതിരെ സെക്ഷൻ 19 അനുസരിച്ച് അൺലോഫുൾ ആക്ടിവിറ്റീസ്, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി എന്ന കുറ്റം ചുമത്തിയാണ്, അതിൻ്റെ പ്രിവെൻഷൻ ആക്ട് ഉപയോഗിച്ചിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരിപ്പോൾ കസ്റ്റഡിയിലാണ്, അവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഇനി അത് കൂടുതൽ കാര്യങ്ങൾ ഇവരിൽ നിന്ന് ചോദ്യം ചെയ്ത് മനസ്സിലാക്കാനുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരെ റിമാൻഡ് ചെയ്യും, പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. ഇവരെ കൊണ്ട് തെളിവെടുപ്പിന് ഒക്കെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അവർ കടക്കും എന്നാണ് ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരം. പക്ഷേ ഒരു കാര്യം, അന്വേഷണം മന്ദഗതിയിലാണ്, ഭീകരന്മാരെ രക്ഷപ്പെടുത്താൻ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷം ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നടത്തി. ഒരർത്ഥത്തിൽ നമ്മുടെ ആർമി പോലും ഈ ഭീകരന്മാരെ കണ്ടെത്താൻ കഴിയുന്നില്ല. നമുക്കറിയാം, അവിടെ നിരവധി പേർ ഇതിനോടകം പിടിയിലായിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധമുള്ളവരും ഇതുമായിട്ട് അല്ലാതെ മറ്റു പല കാര്യങ്ങളുമായിട്ട് ഇവിടെ വന്ന് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഒളിച്ചു താമസിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ അടക്കം. അത് കാശ്മീരിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും പിടിയിലായി. പക്ഷേ നമ്മുടെ പ്രതിപക്ഷം വളരെ നിരുത്തരവാദപരമായിട്ട് മോദി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ ഭീകരന്മാർ ശ്രീലങ്കയിലേക്ക് രക്ഷപ്പെട്ടു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളും പുറത്തു വന്നു. പക്ഷേ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് ഇപ്പോഴത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്നിപ്പോൾ 2 മാസം തികയാണ്. ഇത് ഏപ്രിൽ 22-നാണ് ഈ സംഭവം നടന്നത്. പെഹൽഗാം അറ്റാക്ക് നടക്കുന്നത് ഏപ്രിൽ 22-നാണ്. ഇതിപ്പോൾ ജൂൺ 22 ആയിരിക്കുകയാണ്. കൃത്യമായിട്ട് 2 മാസം തികഞ്ഞിരിക്കുകയാണ്. ഈ 2 മാസം കൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് പാകിസ്ഥാന് കൃത്യമായ മറുപടി നമ്മൾ കൊടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരകേന്ദ്രങ്ങൾ മുഴുവനും നശിപ്പിച്ചു. അത് ഈ സംഭവം നടന്ന് 16-ാമത്തെ ദിവസം തന്നെ നമ്മളത് ചെയ്തു. അതുപോലെ അതിൻ്റെ തുടർ നടപടികൾ ഒക്കെ സ്വീകരിച്ചു. പാകിസ്ഥാൻ പ്രതിരോധിച്ചു, ഇങ്ങോട്ട് ആക്രമിച്ചു, അതിനെ നമ്മൾ തടുത്തു എന്ന് മാത്രമല്ല, ഇനി ഒരാക്രമണം നടത്താൻ സാധിക്കാത്തവണ്ണം പാകിസ്ഥാൻ്റെ വ്യോമതാവളങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു. അവസാനം പാകിസ്ഥാൻ കരഞ്ഞ് കാല് പിടിക്കുന്ന കാഴ്ച വരെ ലോകം കണ്ടു. ഇപ്പോൾ അവരുടെ പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും ഒക്കെ സമ്മതിച്ചു, ഞങ്ങൾ ഇന്ത്യയോട് കേണപേക്ഷിച്ചു. ഒരു തീവ്രവാദികൾ ഇപ്പോൾ നമ്മൾ കണ്ടെത്തി, തീവ്രവാദികൾക്ക് കൂട്ടുനിന്ന 2 വ്യക്തികളെ കണ്ടെത്തി. ഒപ്പം ഇതിന് മുന്നേയും ഇത് NIA അന്വേഷണത്തിലൂടെ കുറച്ച് പേരെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇവരിലൂടെയൊക്കെ ഇതിൻ്റെ പിന്നാമ്പുറത്ത് കുറേയധികം പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വന്ന് ആക്രമിച്ചതല്ല. അപ്പോൾ മാസങ്ങളെടുത്ത്, ഒരുപക്ഷെ വർഷങ്ങളെടുത്ത് ഇവർ ചെയ്ത ഒരു ആക്രമണം തന്നെയാണിത്. ഇതിന് വേണ്ടുന്ന സഹായം ഇവരെ പോലുള്ളവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് അവിടെയുള്ള ആൾക്കാരെ കണ്ടെത്തും. ഈ തീവ്രവാദികളുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് അവർ കൂടുതൽ ഡീറ്റെയിൽസ് ഈ കണ്ടെത്തിയ വ്യക്തികൾക്ക് കൊടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ അവരെ ആക്രമിച്ച തീവ്രവാദികളെ കണ്ടെത്താൻ വീണ്ടും കുറേ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. അതിനിപ്പോൾ എത്രയിടം വരെ വേണമെങ്കിലും NIA അക്കാര്യത്തിൽ പോകും. ഇന്ത്യ ഗവൺമെൻറ് അതിനുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇത് 1-2 ദിവസത്തെ പ്ലാനിംഗ് ഒന്നുമല്ല, വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ്. അതിൻ്റെ പുറകിൽ രാജ്യാന്തര ശക്തികളുണ്ട്. കേവലം ഒരു പാകിസ്ഥാനോ പാക് സൈന്യമോ അല്ലെങ്കിൽ കുറച്ച് ഭീകര സംഘടനകളോ മാത്രമല്ല അതിൻ്റെ പുറകിലുള്ളത് എന്നാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഴത്തിലുള്ള അന്വേഷണം രാജ്യത്തിനകത്തും പുറത്തും നടക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാരെയും രംഗത്ത് കൊണ്ടുവരും, നിയമത്തിന് മുന്നിലെത്തിക്കും. NIAക്ക് അതിനുള്ള ശക്തിയും കരുത്തുമുണ്ട്, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ പർവേസ് അഹമ്മദും അതുപോലെ ബഷീർ അഹമ്മദും കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇനി തുടർ അറസ്റ്റുകൾ എപ്പോഴുണ്ടാകും, ആരൊക്കെ ഇനി പിടിയിലാകും ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് ഇനി കാണാനിരിക്കുന്നത്. എന്തായാലും NIAയുടെ പരിശ്രമം അത് ഫലപ്രാപ്തിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ആക്രമണം നടത്തിയ 3 ഭീകരന്മാരെയും 2 കാശ്മീരികൾ ഉൾപ്പെടെ 5 പേരെയും ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ NIAക്ക് സാധിക്കും, നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും, നമ്മുടെ സൈന്യത്തിന് സാധിക്കും എന്ന് തന്നെയാണ്
എൻ്റെ പ്രതീക്ഷ.